വെലോസിറ്റി പറഞ്ഞു. റിലേറ്റീവ് വെലോസിറ്റിയുടെ 3 ഗ്രാഫ് പറഞ്ഞോ? റിലേറ്റീവ് വെലോസിറ്റിയുടെ 3 ഗ്രാഫ് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, റിലേറ്റീവ് വെലോസിറ്റിയുടെ 3 ഗ്രാഫ് പറഞ്ഞിട്ടില്ല അല്ലെ? റെഡി. നമുക്ക് നമ്മൾ ആദ്യം റിലേറ്റീവ് വെലോസിറ്റിയുടെ 3 ഗ്രാഫ് പറയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ആയിരിക്കോ, draw the position time graph of position time graph of the object moving with velocity VA and VB. Object moving with velocity VA and VB. Draw the position time graph of the object moving with velocity VA and VB. Draw the position time graph of the object moving with velocity VA and VB. Based on the following conditions. ഒന്നാമത്തെ ഗ്രാഫ് വരക്കേണ്ടത് VA equal to VB ആണ്. രണ്ടാമത്തെ ഗ്രാഫ് വരക്കേണ്ടത് VA greater than VB ആണ്. മൂന്നാമത്തെ ഗ്രാഫ് വരക്കേണ്ടത് VA less than VB ആണ്. 1 2 3 ഈ 3 ഗ്രാഫാണ് നിങ്ങൾ വരക്കേണ്ടത്. VA greater than VA equal to VB, VA less than VB, ഞാൻ വരച്ചോട്ടെ? ഓക്കെ. ഓക്കെ Okay, ഓക്കെ sir. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്ക് VA ഈക്വൽ ടു VB എഴുതാണ് ഞാൻ. ശ്രദ്ധിച്ചോളൂ. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിനെയും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിനെയും കോമൺ ആയി നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കും. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പൊ XT ഗ്രാഫാണിത്. ഇതിനെ നമ്മൾ എന്തും കൂടെ വിളിക്കും? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കും. അതായത് അത് ചെറിയ ദൂരമായിരിക്കും കേട്ടോ, സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഇതാണ് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഗ്രാഫ്. ഇത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? വെലോസിറ്റി. നമുക്ക് ഇതാണ് VA എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എ. ഇതിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ദിസ് ഈസ് VB. ഇത് രണ്ടും ഈക്വൽ വെലോസിറ്റീസ് ആണ്. കാരണം ഇത് രണ്ടിന്റെയും സ്ലോപ്പ് നമ്മൾ x/t ചെയ്താൽ സെയിം റിസൾട്ട് ആണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ VA ഈക്വൽ ടു VB. VA ഈക്വൽ ടു VB. അപ്പൊ രണ്ട് പാരലൽ സ്ലോപ്പുകൾ വന്നാൽ ആ സ്ലോപ്പുകൾ നൽകുന്ന സൂചന എന്തായിരിക്കും മക്കളെ? സെയിം റിസൾട്ട് ആയിരിക്കും.
രണ്ട് പാരലൽ സ്ലോപ്പുകൾ വന്നാൽ ആ സ്ലോപ്പുകൾ നൽകുന്ന സൂചന എന്തായിരിക്കും? ആ രണ്ട് സ്ലോപ്പുകളുടെയും വാല്യൂ ഒരേ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി വി എ ഈക്വൽ ടു വി ബി. അപ്പൊ നമ്മൾ വി എ ഈക്വൽ ടു വി ബി നമ്മൾ എഴുതി. ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി അടുത്ത ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ ഗ്രാഫ് വരച്ചില്ലേ? ഗ്രാഫ് നിങ്ങൾ വരച്ചു. ഓക്കെ, അടുത്ത ഗ്രാഫ് ഞാൻ വരയ്ക്കാൻ പോവാണ്. അടുത്ത ഗ്രാഫ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ വി എ. ഓക്കെ, ഇവിടുന്നാണല്ലോ രണ്ടാമത്തെ ഗ്രാഫ് തുടങ്ങുന്നത്. ഇതിങ്ങനെ വരച്ചു, കുറച്ച് ചെരിഞ്ഞിട്ട് വരച്ചു. ദിസ് ഈസ് വി ബി. ഓക്കെ, ഇതിൽ എക്കാണോ ബിക്കാണോ കൂടുതൽ വേഗത അല്ലെങ്കിൽ വെലോസിറ്റി ഉണ്ടാവുക? ഇപ്പൊ തമ്മിലൊരു ചെരിവില്ലേ? ഇതിൽ എക്കാണോ ബിക്കാണോ കൂടുതൽ വേഗത ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയട്ടെ? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നും കൂടെ ബോധ്യാവും. ഞാൻ പറയുമ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടെ ബോധ്യാകും, ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചോളൂ. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് മക്കളിവിടെ 0, 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ, ഇങ്ങനെയല്ലേ നമ്മൾ ഗ്രാഫിൽ അടയാളപ്പെടുത്തുക? ദൂരല്ലേ, ഇടത് ഭാഗത്ത് ദൂരല്ലേ അടയാളപ്പെടുത്തണ്ടേ? അപ്പോ ശ്രദ്ധിക്കട്ടോ, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. നോക്കൂ നിങ്ങള്, ബി എന്ന് പറയുന്ന ആള് 2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയാം? ബി എന്ന് പറയുന്ന ആള് 2 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയാം? 20 സഞ്ചരിച്ചിട്ടുണ്ടോ? 5 എന്നല്ലേ തുടങ്ങുന്നത്? പറഞ്ഞോ. 15. കറക്റ്റ് അല്ലേ? 15 മീറ്റർ സഞ്ചരിച്ചു അല്ലേ? ബി എന്ന് പറയുന്ന വാഹനം 2 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ സഞ്ചരിച്ചു. അതിൽ നമുക്ക് സംശയമില്ലല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്. ഗ്രാഫാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. മേ ഐ പ്രൊസീഡ്? പ്രമാദ, എന്താണ് മോളെ ഡൗട്ട്? കേട്ടില്ല, ഒന്നുകൂടെ ഉച്ചത്തിൽ പറഞ്ഞ. 20യുടെ അവിടേക്കാണ് വരിക. 15 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഗ്രാഫ് തുടങ്ങുന്നത് ഒറിജിൻ അല്ലല്ലോ, 5 മീറ്റർ അപ്പുറത്തുനിന്നല്ലേ? അതുകൊണ്ടാണ് 15 ആവുന്നത്. ഓക്കെ, 20 കുറച്ചിട്ട് 15. അതേ സമയത്ത് ശ്രദ്ധിക്കട്ടോ, അതേ 2 സെക്കൻഡ് സമയത്ത് നമുക്ക് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇത്ര ദൂരല്ലേ സഞ്ചരിച്ച്? അല്ലേ? ഞാൻ ഈ നീല മാർക്ക് ചെയ്ത ദൂരല്ലേ സഞ്ചരിച്ചേ? ആ ദൂരത്തിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ ഏതാണ്ട് 7.5 മീറ്റർ അല്ലേ 2 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചിട്ടുള്ളൂ? അല്ലേ? 5നും 10നും ഇടയിൽ ഏതാണ്ട് മധ്യത്തിലായിട്ട് ഒരു പോയിന്റ് അല്ലേ കിട്ടിയത്? 7.5 മീറ്റർ അല്ലേ സഞ്ചരിച്ചിട്ടുള്ളൂ? അതിലാർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പോ 2 സെക്കൻഡ് കൊണ്ട് 7.5 മീറ്റർ സഞ്ചരിച്ച വാഹനത്തിനായിരിക്കോ അതോ
2 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ സഞ്ചരിച്ച വാഹനത്തിനായിരിക്കോ വേഗത കൂടുതൽ? 15 മീറ്റർ സഞ്ചരിച്ചത്. 2 സെക്കൻഡ് കൊണ്ട് 7.5 മീറ്റർ സഞ്ചരിച്ച വാഹനത്തിനായിരിക്കോ അതോ 2 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ സഞ്ചരിച്ച വാഹനത്തിനായിരിക്കോ വേഗത കൂടുതൽ? 15 മീറ്റർ സഞ്ചരിച്ചു. 15 ഏതാണ്? വി ബി. വി. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വി എ ലെസ് ദാൻ വി ബി. വി ബിയേക്കാളും ചെറുതാണ് വി എ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ ഗ്രാഫിൽ ഇങ്ങനെ ഒരു ബെൻഡിങ് വന്നാൽ പൊസിഷൻ ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ആള്, പൊസിഷന്റെ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ആൾക്കല്ലേ വലിയ വാല്യൂ ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ കണ്ടു? വി എ ഈക്വൽ ടു വി ബി കണ്ടു, വി എ ലെസ് ദാൻ വി ബി കണ്ടു. ഈ 2 ഗ്രാഫിലും സംശയങ്ങളില്ലല്ലോ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ടില്ല? ഉണ്ട്? ഇല്ല? ഓക്കെ 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 ഓക്കെ. ഞാൻ അടുത്ത ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. 3ാമത്തെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ഗ്രാഫ് ഏതാ വരയ്ക്കാനുള്ളത്? കണ്ടീഷൻ ഏതാ? വി എ ഗ്രേറ്റർ ദാൻ വി ബി. വി എ ഗ്രേറ്റർ ദാൻ വി ബി. ഈ ഗ്രാഫാണ് നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. അതായത് വി എ ഗ്രേറ്റർ ദാൻ വി ബി ഗ്രാഫ് വരയ്ക്കാണ്. യെസ്. അപ്പൊ ഇത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. നന്നായി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ എ പാർട്ടിക്കിൾ മൂവ് ചെയ്തത്. എല്ലാ നേരത്തും ബി എ. ഇതാണ് നമ്മുടെ ബി പാർട്ടിക്കിൾ മൂവ് ചെയ്തത്. ഇവിടെ നിന്നാണ് തുടങ്ങിയത് 5-ന്ന്. ബി പാർട്ടിക്കിൾ മൂവ് ചെയ്തത് വി ബി. ഓക്കെ. അപ്പോ എ പാർട്ടിക്കിളും ബി പാർട്ടിക്കിളും മൂവ് ചെയ്തതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഈ ഗ്രാഫിലേക്ക് നോക്കൂ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിക്കൂ. നമുക്ക് ഈ ഗ്രാഫിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം, നമുക്ക് വി എ ഏതാണ്ട് 4 സെക്കൻഡ് കൊണ്ട് എ 20 മീറ്റർ ദൂരത്തെത്തിയിട്ടില്ലേ? നോക്കൂ. ഹലോ, കാണുന്നില്ലേ? 4 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ദൂരത്തെത്തിയിട്ടില്ലേ? ഇല്ലേ? 4 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ ദൂരത്തെത്തി. അപ്പോ ബിയോ? ബി 4 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ ദൂരത്താണ് എത്തിയത് നോക്കണേ. പറയാൻ പറ്റുമോ? അതായത് ഈ 10-ലല്ലേ, 10ന്റെ നേരെയല്ലേ ബി നിൽക്കണത് ഇപ്പോ, അല്ലേ? അപ്പോ 4 സെക്കൻഡ് കൊണ്ട് ബി പാർട്ടിക്കിൾ സഞ്ചരിച്ച ആകെ 5 മീറ്റർ ദൂരല്ലേ? അപ്പോ 20 മീറ്റർ സഞ്ചരിച്ച ആളാണോ 5 മീറ്റർ സഞ്ചരിച്ച ആളാണോ വേഗത കൂടുതല്? 20 മീറ്റർ സഞ്ചരിച്ചു. അപ്പോ വി എ ഗ്രേറ്റർ ദാൻ
VB. സെറ്റ് ആണോ? ആ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ശ്രദ്ധിക്കട്ടോ. അപ്പോ ശ്രദ്ധിക്കുക, ബോർഡിൽ തന്നെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഗ്രാഫ് ഞാൻ വരക്കാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫില് രണ്ട് പാരലൽ ലൈനുകൾ ഇങ്ങനെ വന്നാൽ ഇത് വി എയും ഇത് വി ബിയും ആണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറയൂ? VA equal to VB. വി എ ഈക്വൽ ടു വി ബി. അപ്പോ അടുത്തൊരു പൊസിഷൻ ടൈം ഗ്രാഫില് ഇത് വി എ, ഇത് വി ബി. ഈ ഗ്രാഫിനെ നമുക്ക് എന്തെഴുതാം? VA less than VB. വി എ ലെസ് ദാൻ വി ബി. അടുത്തൊരു ഗ്രാഫില് പൊസിഷൻ ടൈം ഗ്രാഫില് ഇങ്ങനെ വന്നാൽ നമുക്ക് എന്തെഴുതാം? VA greater than VB. VA greater than VB. വി ബി. അപ്പൊ പൊസിഷന്റെ ഭാഗത്തേക്ക് ചെരിവില്ല ആള് കൂടുതൽ ദൂരം സഞ്ചരിക്കുകയും ടൈമിന്റെ ഭാഗത്തേക്ക് ചെരിവില്ല ആള് കുറച്ച് ദൂരം സഞ്ചരിക്കുകയല്ലേ ചെയ്യുക? അപ്പൊ ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങളെ മനസ്സിൽ വേണം കേട്ടോ. ഈ 3 ഗ്രാഫും നിങ്ങൾക്ക് തെറ്റില്ലല്ലോ? ഇല്ല. ഇല്ല. ഓക്കെ, കൃത്യമായി നമ്മൾ സംഖ്യക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോണതേ ശ്രദ്ധിക്കട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോണത്, ഞാനിപ്പോ നമ്മള് ഇമോഷൻ ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ തിയററ്റിക്കൽ പോർഷനും തീർന്നു. ഓക്കെ. ഇനി നമ്മൾ NCERT ബുക്ക് എടുത്തിട്ട് ഞാൻ ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. NCERT 11th ബുക്ക് അല്ലേ? ഫിസിക്സ് പാർട്ട് 1 ചാപ്റ്റർ 3 യെസ്. ശ്രദ്ധിക്കണേ. ഇതല്ലേ ഇപ്പൊ നമ്മുടെ ചാപ്റ്റർ? ഹലോ, ഈ കാണുന്നല്ലേ നമ്മുടെ ചാപ്റ്റർ? അപ്പോ ഇതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം. ഈ പ്രോബ്ലം എക്സാമ്പിൾ 3.2 നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എക്സാമ്പിൾ 3.2 നമ്മൾ ചെയ്തിട്ടില്ല. എക്സാമ്പിൾ 3.2 ചെയ്തിട്ടില്ല. ഓക്കെ.
യെസ്, ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ ബോർഡില്. ആ സർ. ഒന്ന് വായിച്ചേ ക്വസ്റ്റ്യൻ. The position of the object moving along x-axis is Ah. given by Is given s equal to a plus bt square, where a equal to 8.5 meter, comma b equal to 2.5 meter second raised to minus 2, and t is measured in seconds. What is its velocity at t equal to 0 second and t equal to 2.0 second? What is the average velocity between t equal to 2.0 second and t equal to 4.0 second? ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് വല്ല വഴിയും നിങ്ങളെ മനസ്സിൽ കാണുന്നുണ്ടോ? പ്രോബ്ലം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ വല്ല വഴിയും കാണുന്നുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടിയെന്നോ? നമുക്ക് എന്താ കാണേണ്ടത്? ആവറേജ് വെലോസിറ്റി അല്ലേ കാണേണ്ടത്? average velocity. ഞാൻ ആവറേജ് വെലോസിറ്റിക്ക് ഞാൻ നമ്മുടെ ബേസിക് ഇക്വേഷൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആവറേജ് വെലോസിറ്റിക്ക് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആവറേജ് വെലോസിറ്റി വി ആവറേജ് ഈക്വൽ ടു x2 മൈനസ് x1 ബൈ ടി അല്ലേ? x2 മൈനസ് x1 ബൈ ടി അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ഹലോ. Yes, sir. യെസ് യെസ് യെസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലേ? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. ഇല്ല, ഉണ്ട്. ഉണ്ട്. അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് കേട്ടോ. പറഞ്ഞോട്ടെ, വിഷമാവില്ലല്ലോ? ഇല്ല. അതായത് ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്നും ബിയിലെത്തി സിയിലെത്തി. നമ്മളോട് ബിക്കും സിക്കും ഇടയിലുള്ള ആവറേജ് വെലോസിറ്റി കാണാൻ പറയാണ്. അപ്പോ എ വരെയുള്ള ദൂരം, എന്ന് ബി വരെയുള്ള ദൂരം x1ഉം എന്ന് സി വരെയുള്ള ദൂരം x2 ആണെങ്കിൽ ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ബി ആൻഡ് സി എന്നാണ് തന്നതെങ്കിൽ അവിടുത്തെ ആകെ ദൂരം എന്ന് പറയുന്നത് x2 മൈനസ് x1 അല്ലേ? അതെ. x2 മൈനസ് x1 ബൈ ടി എടുത്താൽ ആകെ ദൂരം ബൈ ആകെ സമയം കിട്ടൂലേ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. ആകെ ദൂരം ബൈ ആകെ സമയം കിട്ടും. നമുക്ക് ഇങ്ങനെ x2 മൈനസ് x1 എടുത്താൽ ക്ലിയർ ആണോ? അപ്പോ x2 മൈനസ് x1 ബൈ ടി. അപ്പൊ നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത് എന്ന് ബോധ്യായി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് 2 സെക്കൻഡ് സമയത്ത്, അപ്പം ടി ഈക്വൽ ടു 0 സെക്കൻഡ് സമയത്ത് ആവറേജ് വെലോസിറ്റി ഉണ്ടാകുമോ? 0 സെക്കൻഡ് എന്ന് പറയുന്ന സെക്കൻഡ് പോസിബിൾ ആണോ? അല്ല. ആണോ അല്ലേ? അറിയില്ല. അല്ല, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഒരു പ്രോബ്ലം ആണ്, പേടിക്കണ്ട. നമുക്ക് സസൂക്ഷ്മം ഇത് ചെയ്തു നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടി ഈക്വൽ ടു 2 സെക്കൻഡ് ടി ഈക്വൽ ടു 4 സെക്കൻഡ് ആ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.
അപ്പോ അപ്പോ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇതുവരെ എഴുതിയത് മൈക്കാണ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ആരിൽ നിന്ന് ആരെയാണ് കാണാൻ പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടല്ലോ? യെസ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രോബ്ലം ആണ്, പല കുട്ടികൾക്കും പ്രോബ്ലം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമുക്ക് എക്സ് is equal to a plus b t സ്ക്വയർ അല്ലേ? അപ്പോ x2 എന്ന് പറഞ്ഞ 2 സെക്കൻഡിൽ ബിൻഷ ബഷീറെ, ബിൻഷ ബഷീർ, ബിൻഷക്കുട്ടി മുങ്ങിയോ? ഓക്കെ. അപ്പൊ x2 ഈക്വൽ ടു എ എത്ര മക്കളെ? 8.5 പ്ലസ് ബി എത്ര മക്കളെ? 2.5 ഇൻറ്റു ടി എത്ര സെക്കൻഡ് എടുക്കുന്നത്? x2 എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡിലെ പൊസിഷൻ അല്ലേ? അപ്പോ 2 സ്ക്വയർ. ഇത് എത്ര കിട്ടും നോക്കിയേ, കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടുന്നു കാൽക്കുലേറ്റ് ചെയ്ത്. എത്ര കിട്ടി? 18.5. അതെ സാർ 18.5. 18.5. 18.5. എങ്കിൽ നിങ്ങൾ 4 സെക്കൻഡ് സമയത്തുള്ള പൊസിഷൻ നിങ്ങൾ സ്വയം കാണുമോ? നിങ്ങളൊന്ന് സ്വയം ചെയ്ത് x4 ടിക്ക് 4 കൊടുത്താ പോരെ? പറയൂ. എത്രയാണ്? 48.5. അതായത് x2 ഈക്വൽ ടു 8.5 മീറ്ററും x4 ഈക്വൽ ടു 48.5 മീറ്ററും. ഇതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ? ഇല്ല. എല്ലാവർക്കും ഈ വാല്യൂ തന്നെയല്ലേ കിട്ടിയത്? യെസ്. എല്ലാവർക്കും ഈ വാല്യൂ തന്നെയല്ലേ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വെലോസിറ്റി അല്ലേ? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ? ഇവിടെ x2 മൈനസ് ഇവിടുത്തെ കേസിൽ x4 അല്ലേ വലുത്? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? x4 minus x2 by t2 മൈനസ് t1 അല്ലേ? അപ്പോ വി ആവറേജ് ഈക്വൽ ടു x4 എത്രയാ? 48.5 മൈനസ് x2 എത്രയാ? 18.5 ഡിവൈഡ് ബൈ ടൈം എത്രയാ? t2 മൈനസ് t1 അതായത് 4 മൈനസ് 2 അല്ലേ? 2. ഇത് എത്ര കിട്ടും? 30/2 എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഈ പ്രോബ്ലം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ ആരെ കണ്ടു? കേട്ടില്ല. ചോദിച്ചോളൂ എന്താ ചോദിച്ചോളൂ.
ആ x1 x2 ആയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് 2 സെക്കൻഡ് 4 സെക്കൻഡ് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ x4 x2 എടുത്തത്. ഓക്കെ സർ. ഇത് 1 സെക്കൻഡ് 2 സെക്കൻഡ് എന്നാണെങ്കിൽ നമ്മൾ x2 മൈനസ് x1 തന്നെയാണ് എടുക്കുക. ഓക്കെ സർ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് a ഈക്വൽ ടു 8.5 മീറ്ററും b ഈക്വൽ ടു, ഇനി വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് t ഈക്വൽ ടു 0 അറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ്? അങ്ങനെയാണെങ്കിൽ t ഈക്വൽ ടു, ഇപ്പൊ t ഈക്വൽ ടു 0 സെക്കൻഡിലെ വെലോസിറ്റി ഇല്ല നമുക്ക് മനസ്സിലായി. t ഈക്വൽ ടു 2 സെക്കൻഡിലെ വെലോസിറ്റി കാണാൻ നിങ്ങളൊന്ന് ശ്രമിക്കുവോ? വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞത്, ആവറേജ് വെലോസിറ്റി അല്ല. വല്ല മാർഗമുണ്ടോ? ഉണ്ടോ? അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. മക്കളെ നോക്കൂ, ഇതാണല്ലോ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കൊടുത്തത് നോക്കൂ. ആവറേജ് വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്. താഴെ കൊടുത്തത് കണ്ടോ? യെസ് 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 യെസ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഇനി നമ്മളോട് ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? v ഈക്വൽ ടു 2 സെക്കൻഡ്, t ഈക്വൽ ടു 2 സെക്കൻഡ് ആകുന്ന വെലോസിറ്റി കൊടുത്തത് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മോഡൽ നോക്കിയേ. കണ്ടോ? അതെ. അതെ, 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതെങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുണ്ടോ? നോക്കിയേ ഈ ഭാഗം എങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുണ്ടോ? നോക്കിയേ. ഇതാണല്ലോ ഇപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. t ഈക്വൽ ടു 0 സെക്കൻഡിലെയും t ഈക്വൽ ടു 2 സെക്കൻഡിലെയും വെലോസിറ്റി, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണല്ലോ. നമുക്ക് ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. അതായത് a പ്ലസ് ബി ടി സ്ക്വയർ എന്തായിട്ട് മാറി? 2bt ആയിട്ട് മാറി അല്ലെ? a പ്ലസ് ബി ടി സ്ക്വയർ NCERT ടെക്സ്റ്റ് ബുക്കില് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. a പ്ലസ് ബി ടി സ്ക്വയർ ആരായിട്ട് മാറി? 2bt. 2bt എങ്ങനെ വന്നതെന്ന് അറിയോ? യെസ് ഓർ നോ? അറിയില്ല. No. പറയൂ. അറിയില്ല. അറിയില്ലല്ലോ? ഇല്ല. ഇല്ല, അറിയില്ല. പക്ഷെ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് കണ്ടുല്ലേ? ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ 2 and 4. അവിടെ കണ്ടോ? ഇവിടെ എഴുതി കണ്ടോ? x4 മൈനസ് x2 ബൈ t2 മൈനസ് t1. ഈ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടോ, ഈ സ്ക്രീന്. ക്ലിയർ ആണോ? അപ്പോ ഞാന് ബോർഡിലേക്ക് തിരിച്ചു പോവാണ്. ഞാനിത് ചെയ്യട്ടെ. അതിന് മുമ്പ് നിങ്ങളെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ ഡിഫറൻസിയേഷൻ എക്സാമിന് ഡിഫറൻസിയേഷൻ എന്താന്ന് ഒരിക്കലും ചോദിക്കൂല. പക്ഷെ ഇത്തരം പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഡിഫറൻസിയേഷന്റെ സഹായം വേണം. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാമിന് എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് ചോദിക്കൂല. പക്ഷെ ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ടൂളിന്റെ ഹെൽപ്പ് നമുക്ക് വേണം. നമ്മൾ പ്ലസ് ചെയ്യുക, അതുപോലെ മൈനസ് ചെയ്യുക, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു ടൂൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ് അഡീഷൻ എന്നോ, എന്താണ് സബ്സ്ട്രാക്ഷൻ എന്നോ, എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്നോ, എന്താണ് ഡിവിഷൻ എന്നോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കൂല. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ എന്താണ് നിങ്ങളുടെ ഫിസിക്സിന്റെ എക്സാമിന് ചോദിക്കുകയില്ല. ബട്ട് വി നീഡ് ഇറ്റ്. ഓക്കെ ഓക്കെ. Yes, sir. Actually it is too difficult, but don't worry, we will do it. Wait, may I proceed? Yes, sir.
ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് മനസ്സിലുണ്ടല്ലോ? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയണോ അതോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിനോ? സ്ക്രീൻഷോട്ട്. സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്തിനല്ലോ അല്ലേ? ആ ആ ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതുക, ഡിഫറൻസിയേഷൻ ഹെഡിങ് എഴുതുക, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ കാൽക്കുലസ്. നിങ്ങൾ എഴുതിയില്ലേ? ആ അതായത് ശ്രദ്ധിക്കട്ടോ, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഇതാണ് ഈ ഇക്വേഷൻ. ഇതിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുക എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. ഒന്ന് പറഞ്ഞേ മനസ്സിൽ. ഡി ബൈ ഡി എക്സ് ഓഫ് X raised to equal to n എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു nx minus 1 raised to എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു n minus 1. എൻ മൈനസ് വൺ. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പോ ശ്രദ്ധിക്കട്ടോ. ഇത് ഇന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്കും ഇനി ഞാൻ പറയുന്ന പോർഷൻ കൃത്യമായി പഠിക്കണം. അവർക്കത് കൃത്യമായി പഠിക്കാൻ പറ്റും. ഇവിടുന്ന് തൊട്ട് തുടങ്ങിയാൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പോ ശ്രദ്ധിക്ക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അപ്പൊ നമ്മള് അടുത്ത കലാപരിപാടി നമ്മൾ പറയാൻ പോണത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം കണ്ടെത്തുന്നത്. ഞാൻ സോൾവ് ചെയ്യട്ടെ. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു ഒന്നല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു ഒന്നല്ലേ? അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ എൻ എന്ന് പറയുന്നത് ഇവിടെ ഒന്നല്ലേ? ആൻമേരിയ Yes, sir. എന്താണ് മോൾ Yes, sir. ഹാൻഡ് റൈസ് വന്നത്? എന്ത് പറ്റി? എന്താ പറയ്, ഡൗട്ട് പറയ്. അത് ആദ്യത്തത് ഇക്വേഷൻ അങ്ങനെയുള്ളതാണോ? ആദ്യത്തെ ഇക്വേഷൻ അങ്ങനെയുള്ളതാണ്. അതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. അത് കോൺസ്റ്റന്റ്, അയാൾക്ക് മാറ്റില്ല. അത് അങ്ങനെ തന്നെ പെട്ടിയിലാക്കി ബോക്സിലാക്കി എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ഇത് നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ആ ഇക്വേഷനിൽ Okay, sir. വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന കുറെ എണ്ണം. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു വൺ ഈക്വൽ ടു, അവിടെ എൻ എത്ര മക്കളെ? 1 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1x റേസ് ടു 1 മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? Yes, sir. അപ്പോ നമുക്ക് 1x റേസ് ടു 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1x റേസ് ടു 0 അല്ലേ? x റേസ് ടു 0 എന്താ? 1. x റേസ് ടു 0 ഈക്വൽ ടു 1 അല്ലേ? Yes, sir. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ? പറയൂ. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു നിങ്ങൾ കിട്ടിയ ഉത്തരം എന്താ? 1. ഇത് മറക്കുവോ? എങ്ങനെ കിട്ടിയതെന്ന് ബോധ്യായില്ലേ? Yes, sir. ഇതെങ്ങനെ കിട്ടിയത് എന്ന് ഇവിടുന്ന് കൃത്യമായി ബോധ്യപ്പെട്ടില്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ
d/dx ഓഫ് എക്സ് റേസ് ടു 1 ആണ് ഈക്വൽ ടു 1x റേസ് ടു 1 മൈനസ് 1 ആണ്. എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി? ഇതിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? d/dx ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു nx റേസ് ടു n മൈനസ് 1. എക്സ് മാത്രമാകുമ്പോ ആക്ച്വലി അവിടെ ഒരു എക്സ് ആണുള്ളത്, അഥവാ എക്സ് റേസ് ടു 1 ആണത്. അപ്പൊ n പകരം നമ്മൾ 1 കൊടുത്തു. അപ്പൊ നമുക്ക് 1x റേസ് ടു 1 മൈനസ് 1 എന്ന് വന്നു. എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് 1 × 1 ഫൈനൽ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടി? ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ മുന്നോട്ട് പോട്ടെ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കട്ടോ. d/dt ഓഫ് t എന്ത് കിട്ടും? പറയൂ. 1. d/dt ഓഫ് t എന്ത് കിട്ടും? 1. അങ്ങനെയാണെങ്കിൽ dy ഓഫ് y എന്ത് കിട്ടും? 1. 1. അങ്ങനെയാണെങ്കിൽ d/dz ഓഫ് z എന്ത് കിട്ടും? 1. അങ്ങനെയാണെങ്കിൽ d/dp ഓഫ് p എന്ത് കിട്ടും? 1. അപ്പൊ ആ ഒരു ഫോർമാറ്റിംഗ് കൃത്യമായി ബോധ്യപ്പെട്ടില്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോ നമുക്ക് ഇതിൽ ഈ d/dtന്റെ കേസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകും തോറും +2 ഒക്കെ എത്തും തോറും ഇതിലെ ഞാൻ ബാക്കി ഈ സംഗതികളൊക്കെ പഠിക്കും. ഇപ്പൊ നമുക്ക് d/dt ഓഫ് t വെച്ചിട്ടാണ് പഠിക്കാല്ലേ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ അടുത്ത പോയിന്റ് പറയാണ്, നന്നായി ശ്രദ്ധിക്കുക. എന്നാൽ അടുത്തൊന്ന് പറയാണ്. അങ്ങനെയെങ്കിൽ d/dx ഓഫ് x² ഈക്വൽ ടു വാട്ട്? പ്രോബ്ലം തരാട്ടോ നിങ്ങൾക്ക്. d/dx ഓഫ് x³ ഈക്വൽ ടു വാട്ട്? 2x. d/dx ഓഫ് x raised to 4 ഈക്വൽ ടു വാട്ട്? d/dx ഓഫ് x raised to 5 ഈക്വൽ ടു വാട്ട്? ഈ പ്രോബ്ലം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ചെയ്യൂലേ? ഞാനൊരു 3 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് ചെയ്യൂ. യെസ്, ഫിനിഷ് എന്ന് പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആൻസർ പറയട്ടെ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. d/dx ഓഫ് x² എന്ത് കിട്ടി മക്കളെ? 2x. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ Okay, sir. d/dx ഓഫ്
x square equal to 2x raised to 2 minus 1. nx raised to n minus 1 അല്ലേ? Yes, sir. അപ്പോ Yes, sir. 2x ഐസ ഫാത്തിമ camera off ആയി. ഐസ ഫാത്തിമ camera off ആയി. Okay. 2x raised to 2 minus 1 that is equal to 2x raised to 1 അല്ലേ? That is equal to 2x. Clear? Clear, sir. എല്ലാവർക്കും കിട്ടിയവർ yes പറയൂ. Yes. Yes. Very good. അടുത്തത് ശ്രദ്ധിച്ചോളൂ. d by dx of x cube equal to n 3 x raised to 3 minus 1 that is equal to 3x square. കിട്ടിയവർ yes പറയൂ. Yes. Yes. അടുത്തത് d by dx of x raised to 4 that is equal to 4x raised to 4 minus 1 that is equal to 4x cube. കിട്ടിയവർ yes പറയൂ. Yes, sir. Yes. Okay. അപ്പൊ ഞാൻ ഇത് ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ല എല്ലാവർക്കും? ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ. നന്നായി ശ്രദ്ധിക്കട്ടോ. അതായത് നന്നായി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ d by dt of t square എന്ത് കിട്ടും ഗൈസ്? 2t. d by dt of t cube എന്ത് കിട്ടും ഗൈസ്? 3t square. 3t Square. നിങ്ങൾക്ക് മാറൂലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എങ്കിലും ഇനി ഇങ്ങനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമുക്ക് d by dx ഓഫ് ഒരു കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ ഇപ്പോ ഈ താഴെ കിടക്കുന്ന എക്സുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ ഏക്ക്? ഇല്ല. ഇങ്ങനെ d by dx ഓഫ് കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ അത് 0 ആണ്. അതിന്റെ ആൻസർ എന്താണ്? 0. അപ്പൊ d by dt ഓഫ് t ഈക്വൽ ടു d by dt ഓഫ് t പറ്റൂല. t ആണെങ്കിൽ 1 അല്ലേ? അപ്പൊ d by dt ഓഫ് b ഈക്വൽ ടു എന്ത് കിട്ടും? 0. അല്ലേ? അപ്പൊ d by dt ഓഫ് c ഈക്വൽ ടു എന്ത് കിട്ടും? 0. d by dt ഓഫ് k ഈക്വൽ ടു എന്ത് കിട്ടും? 0. അപ്പോ ഇതൊക്കെ എഴുതിയെടുത്തോളൂ. അതായത് ഡെറിവേറ്റീവ് ഓഫ് എനി കോൺസ്റ്റന്റ് ഈസ് 0 എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ d by dt വിളിക്കുന്ന ഒരു പേരാണ് ഡെറിവേറ്റീവ് ചെയ്യാന്നാ പറയാ. അതിപ്പോ നിങ്ങൾ സെക്കൻഡ് ഇയർ മാത്സ് പഠിക്കണ്ട, തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഡെറിവേറ്റീവ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇതൊന്നും നിങ്ങളെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കൂല. ബട്ട് വി വാണ്ട് ടു യൂസ് ഇറ്റ് പ്രോബ്ലംസ്. നമുക്കിത് പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ. അപ്പോ നമുക്ക് d by dx of a equal to 0, d by dt of b equal to 0. അപ്പൊ ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. ശ്രദ്ധിച്ചോളൂ കേട്ടോ. d by dt of bt എന്ന് വരികയാണ് സപ്പോസ് ചെയ്യാം. d by dt of bt. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. b എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുന്നു ഇൻറ്റു d by dt of t that is equal to b into 1 അല്ലേ? d by dt of t എന്താ? 1. d by dx of x എന്താ? 1. d by dt of y എന്താ? 1.
അപ്പോ d/dt ഓഫ് t എന്താ? 1. 1. ഒരു സെക്കൻഡ് ഈ ക്ലാസ് റൂം ഒന്ന് മാറിയാൽ ഇതിന് ആകെ കൺഫ്യൂഷൻ ആവട്ടോ. കാരണം നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പൊ d/dt ഓഫ് b ഈക്വൽ ടു 0 എന്ന് പഠിച്ചാക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോ bt അപ്പൊ അത് 0 ആകുമല്ലോ എന്ന് കരുതും. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഒരു സെക്കൻഡ് മാറിയാ പോയി. അപ്പൊ d/dt ഓഫ് bt ഈക്വൽ ടു b നമ്മൾ പുറത്തെടുക്കുക ഇൻറ്റു d/dt ഓഫ് t. അപ്പൊ d/dt ഓഫ് t 1 ആണ്. അപ്പൊ b ഇൻറ്റു 1 b. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. എന്താണ് ഷാഗി പറയൂ. പക്ഷെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, d/dt ഇൻറ്റു t എന്ന് പറയുമ്പോ 0 അല്ലേ? അപ്പൊ b ഇൻറ്റു 0 എന്നാണോ വരിക? മോളെ d/dt ഇൻറ്റു t പറഞ്ഞ 1 ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നന്നായി ശ്രദ്ധിക്കട്ടോ, നന്നായി ശ്രദ്ധിക്കുക. തുടക്കം മുതൽ പറയാണ്, നന്നായി ശ്രദ്ധിക്കുക. ഇതാ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഇവിടെ നിന്നല്ലേ നമ്മൾ തുടങ്ങുന്നേ. d/dx ഓഫ് x റൈസ് ടു n എന്താ? n-1. അപ്പൊ d/ds ഓഫ് x ഈക്വൽ ടു എന്താ? അതായത് 1x raised to 1 minus 1. That is equal to 1x raised to 0. That is equal to 1. അപ്പൊ d/ds of x equal to 1 ആണെങ്കിൽ d/dt of t equal to എന്താ? 1. അപ്പൊ d/dy of y equal to എന്താ? 1. d/dz of z equal to എന്താ? 1. d/dp of p equal to എന്താ? 1. d/dx of x square equal to എന്താ? അല്ല 2x. d/dx of അത് ഞാൻ ഉത്തരം എഴുതിയിട്ടില്ല, നിങ്ങൾ ഉത്തരം എഴുതിയതാണ്. d/dx of x square equal to എന്താ? 2x. d/dx of x cube equal to എന്താ? 3x. d/dx of x raised to 4 equal to എന്താ? 4x. d/dx of x raised to 5 എന്താ? 5x 4. ഇനി ഓരോന്നും കണ്ടത് ഉണ്ടല്ലോ. d/ds of x square equal to എങ്ങനെ? nx raised to n minus 1. 2x raised to 2 minus 1 എന്ന് പറഞ്ഞാൽ 2x raised to 1 that is equal to 2x അല്ലേ? d/ds of x cube n ആരാ? 3 അല്ലേ? അപ്പോ 3x raised to 3 minus 1 that is equal to 3x square. d/ds of x raised to 4 ആരാ? 4x raised to 4 minus 1. 4 minus 1. അപ്പൊ that is equal to 4x cube. ആണോ? Yes sir. ക്ലിയർ ആണോ? Yes sir. ക്ലിയർ ആണോ? Yes. അങ്ങനെയാണെങ്കിൽ d/dt of t square എന്താ? 2t. എന്താ മോളെ? ഒന്നുമില്ല സർ, അതറിയാതെ കിട്ടിയത്. ഓക്കെ. അപ്പൊ d/dt of t square equal to 2t അല്ലേ? അപ്പൊ d/dt of t cube equal to 3t square അല്ലേ? അതെ. d/dx of constant equal to 0. അപ്പൊ d/dx of a equal to 0. d/dt of b equal to 0. d/dt of c equal to 0. d/dt of k equal to 0. d/dt of bt equal to 0 എഴുതാൻ പറ്റുമോ? പുറത്തെടുത്തു. d/dt of t 1. ചോദിച്ചോളൂ. പക്ഷെ ഈ ടി പുറത്തേക്ക് എടുക്കണതിന് പകരം ബി അല്ല, ടി പുറത്തേക്ക് എടുത്തിട്ട് ബി അവിടെ നിർത്തി കഴിഞ്ഞാൽ d/dt/b എന്ന് പറയുമ്പോ 0 അല്ലേ വരിക? അങ്ങനെ പറ്റൂല. കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുക. ടൈം വേരി ചെയ്യൂലേ? ടൈം ഒരിക്കലും കോൺസ്റ്റന്റ് ആവില്ലല്ലോ. അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുക. ഓക്കെ.
അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കിട്ടോ. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യല്ലേ? ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാണ്. അതായത് ഇവിടെ ഇപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞ വെലോസിറ്റി, ഫൈൻഡ് വെലോസിറ്റി v ഈക്വൽ ടു 2 സെക്കൻഡ് സമയത്തതും t ഈക്വൽ ടു 2 സെക്കൻഡ് സമയത്തതും t ഈക്വൽ ടു 0 സെക്കൻഡ് സമയത്തതും വെലോസിറ്റി അല്ലേ നമ്മോട് കാണാൻ പറഞ്ഞേ? ഫൈൻഡ്. ഞാനിത് ശ്രദ്ധിക്കാം. നമുക്ക് വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, v ഈക്വൽ ടു dx/dt. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞിട്ടില്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. വീഡിയോ കണ്ടവരുണ്ടോ? അതിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആരെങ്കിലും? ഇല്ല. ഏതായാലും തൽക്കാലം പറഞ്ഞു നിലനിൽക്കാൻ ഞാൻ അതിലേക്ക് പോയത്. എന്തായാലും മുകളിൽ എന്താണ്? dx എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലേ? താഴെ ടൈം അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അല്ലേ? ആ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ? ഇല്ല. അതായത് dx/dt, x/t, അതായത് dx എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിസ്റ്റൻസ്, dt എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈം. അത്രയുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ശ്രദ്ധിക്കാം. ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഞാൻ പറയാം കേട്ടോ. ഞാൻ പറഞ്ഞു എന്നുള്ള ധാരണയിലാണ്, കുഴപ്പമില്ല, സിമ്പിളാ. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഞാൻ ക്ലാസ്സിലാ. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് പറഞ്ഞിട്ട് തന്നെ പോവാം നമുക്ക്. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പെട്ടെന്ന്. അതെ, ഈ പെട്ടെന്ന് എന്ന് പറയല്ല, ആ നിമിഷം. ഞാൻ അവളെ കണ്ട ഇൻസ്റ്റന്റിൽ തന്നെ ഐസായി പോയി എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷല്ലേ? അല്ലേ? ഞാൻ എം എസ് സി ഫിസിക്സിന് പഠിക്കുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഒരു ഇതിന് പോയിരുന്നു, ഒരു സെമിനാറിന് പോയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെമിനാറിന് പോയ സമയത്ത് അവിടെ അന്ന് ഒരു പിന്നെ കാശ്മീരികാരി എന്ന് പറയുന്ന ഒരു കാശ്മീരിൽ നിന്നുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് വേണ്ട, കൊണ്ടുപോയിക്കോ. എന്താണ് പേരെന്താണ്? എന്താ പേര്? ഞങ്ങള് നല്ല അന്നും ഇന്നും നല്ല സൗഹൃദത്തിലാണ്. ശ്രദ്ധിച്ചോളൂ. അങ്ങനെ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ കാലിക്കറ്റ് പെരിന്തൽമണ്ണെന്ന് കേരളത്തിൽ വന്നതായിരുന്നു, പെരിന്തൽമണ്ണെന്ന് വയനാട്ടിലേക്ക് യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പെരിന്തൽമണ്ണെന്ന് വയനാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ എന്റെ വീട്ടിന് മുമ്പിലൂടെയാണ് പോവുക. അപ്പൊ സ്വാഭാവികമായും ഞാന് പിന്നെ വീട്ടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എന്റെ ഈ ഫ്രണ്ടിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അത് പിന്നെ എനിക്ക് കൃത്യമായി ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ, അപ്പൊ കൃത്യമായി ബസ് എവിടെ എത്തിയെന്ന് ഓരോ നിമിഷത്തിലും എനിക്ക് അറിയാൻ പറ്റൂലേ? പറ്റുമോ? ഞാൻ അവളെ എനിക്ക് പറ്റുമോ എന്നല്ല ചോദിച്ചത്. എനിക്ക് ആ ബസ്സിന്റെ വേഗത അല്ലെങ്കിൽ എവിടെ എത്തി എന്നുള്ളത് അറിയാൻ പറ്റുമോ? പറ്റും. അപ്പോ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോ ആ ബസ് എന്റെ നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ സൂപ്പർ ഫാസ്റ്റിന് എന്തില്ല, സ്റ്റോപ്പില്ല. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ബസ് എന്റെ മുമ്പിലൂടെ പെട്ടെന്ന് അങ്ങ് കടന്നു പോയില്ലേ?
ആ സമയത്ത് ഞാൻ കണ്ടു, ജസ്റ്റ് ഒന്ന് കണ്ടു, ഞാൻ ടാറ്റയൊക്കെ കൊടുത്തു. കാരണം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു വലത് സൈഡിലാണ്, ഡ്രൈവറുടെ അതേ സൈഡിലാണ് ഇരിക്കുന്നത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നു, ഡ്രൈവറുടെ അതേ സൈഡിൽ നിന്ന് ആള് ജസ്റ്റ് എന്നെ കൈവീശി കാണിച്ചു. ഏതാണ്ട് 9 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടു. പക്ഷെ ഞാൻ അവളെ കണ്ടത് ആ ഒരു നിമിഷല്ലേ, അല്ലേ? ആ ഒരു ഇൻസ്റ്റന്റിലെ വേഗത അല്ലെങ്കിൽ വെലോസിറ്റി, ബസ്സിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ചിലപ്പോ ഒരു 60 70 ഒക്കെ ആയിരിക്കൂലേ? ഒരു പക്ഷേ അപ്പൊ ആ സമയത്തുള്ള ആ ഒരു നിമിഷം പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അത് പോയി കഴിഞ്ഞില്ലേ, അത് ആ നിമിഷത്ത് സംഭവിച്ചു കഴിഞ്ഞില്ലേ. പിന്നെ അത് നമുക്ക് റീടേക്ക് കിട്ടുമോ? റീടേക്ക് കിട്ടുമ്പോ സമയം മാറൂലേ? 3:15 ഞാൻ കണ്ടതെങ്കിൽ പിന്നെ തിരിച്ച് ബസ് ഇപ്പൊ റീടേക്ക് എടുക്കണമെങ്കിൽ പിറ്റത്തെ ദിവസം 3:15 ആവണ്ടേ? ഡേ മാറി, ടൈം മാറിയില്ലേ? ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന പെട്ടെന്നുള്ള നമ്മൾ നോക്കുന്ന സമയത്തുള്ള വേഗതയാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ക്ലിയർ ആണോ? ഒരു പക്ഷേ എന്ത് ചെയ്തു, സാർ എന്ത് ചെയ്തു, ഡ്രൈവർ എന്നിട്ട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഞാൻ ഒരു 9 വർഷത്തിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് സാറ് അവിടെ ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വാഹനം ഇങ്ങനെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ സാറ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു ബ്രേക്ക് അപ്ലൈ ചെയ്തു വാഹനത്തിന്റെ. സ്വാഭാവികമായി വാഹനം അവിടെ നിന്നു. വാഹനം അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ വെലോസിറ്റി 70 km/h ആണോ 0 km/h ആണോ? 0. അപ്പോ ആ ഇൻസ്റ്റന്റിൽ ആ വാഹനത്തിന്റെ വെലോസിറ്റി എന്താ? 0. ഒരു പക്ഷേ ഡ്രൈവർ ഈ അങ്ങനെ കാണണ്ട, അസൂയോണ്ട് പറഞ്ഞു ഈ അങ്ങനെ കാണണ്ട, എനിക്ക് നേരം വൈകിയുണ്ട്, ഞാൻ പോകുക എന്ന് പറഞ്ഞ് ഡ്രൈവർ പോയേക്കാണെങ്കിൽ ആ ബസ്സിന്റെ വെലോസിറ്റി എന്താ? 70 km/h അല്ലേ? ഇത് ബസ്സിൽ നിൽക്കുന്ന സാറക്ക് കൃത്യമായിട്ട് ഡ്രൈവറുടെ അടുത്താണെങ്കിൽ കൃത്യമായിട്ട് ആ സ്പീഡോമീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റൂലേ? നിങ്ങൾക്കൊക്കെ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോ ആ സ്പീഡോമീറ്ററിലേക്ക് നോക്കിയാൽ വാഹനം എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, എത്ര വേഗതയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റൂലേ? നിങ്ങൾ നിങ്ങളുടെ ഡാഡിയൊക്കെ വാഹനം ഓട്ടുന്ന സമയത്ത് 80-ന് മുകൾക്ക് കയറിയ സ്പീഡ് കുറക്കാൻ നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾക്ക് 80 എന്നുള്ളത് ആ സൂചി 80, ആ പോയിന്റർ 80-ലേക്ക് എത്തുമ്പോഴല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇപ്പോ സ്പീഡ് 80 ആണ്. 20-ലേക്ക് എത്തുമ്പോഴല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇപ്പോ സ്പീഡ് 20 ആണ്. അല്ലേ? ആ വാഹനത്തിന്റെ ഓരോ നിമിഷം നിങ്ങൾ സ്പീഡോമീറ്ററിലേക്ക് നോക്കുമ്പോഴുള്ള വേഗതയാണ് ആ സമയത്തെ വേഗത. അതിൽ സംശയമുണ്ടോ? ഇല്ല. അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ക്ലിയർ ആണോ? അപ്പോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ്. Clear? Yes. Instantaneous velocity is the velocity of the vehicle at any instant. ഈ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് രേഖപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ പേരെന്താ? പറയൂ. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് രേഖപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ പേരെന്താ? പറയൂ. സ്പീഡോമീറ്റർ. ബോർഡ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാണോ? എ ബോയ് ഒബ്സർവ് the speedometer of the bus. Which speed is indicated in it? എന്താണ് നിങ്ങൾ ഉത്തരം എഴുതുക? പറയൂ. എല്ലാവരും പറയണം. രാവിലെ ബ്രഷ് ചെയ്യാണ്ട് വന്നിരിക്കണം. അതാണ് എന്നൊക്കെ ഇൻസ്റ്റഗ്രാം ഒക്കെ പറയാൻ പറ്റും. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയാൻ എന്തോ ഒരു അമാന്തല്ല പോലെ. പറയൂ. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, അപ്പൊ എന്താ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ്. ക്ലിയർ ആണോ? എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ്. ക്ലിയർ ആണോ?
ഈ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന് നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ ആണ് v ഈക്വൽ ടു dx ബൈ dt. സ്മോൾ ഡിസ്റ്റൻസ് സ്മോൾ ടൈം. കാരണം അത് പെരിന്തൽമണ്ണെന്ന് വയനാട്ടിലേക്കുള്ള ദൂരത്തെ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലൂടെ പോകുന്ന ദൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ ആണെങ്കിൽ എന്റെ വീടിന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ ആകെ 20 മീറ്റർ ദൂരമല്ലേ പോകുന്നുള്ളൂ, അല്ലേ? Yes, sir. അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം ചെറിയ ദൂരല്ലേ ആ സഞ്ചരിച്ചത് അതിന്റെ ടോട്ടൽ ജേർണിയെ കമ്പയർ ചെയ്ത്. വയനാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണെങ്കിൽ എന്റെ വീടിന്റെ മുമ്പിലൂടെ പോകുന്നത് ചിലപ്പോൾ 2 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറിയ ദൂരവും ചെറിയ സമയവും അല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ സ്മോൾ ഡിസ്റ്റൻസ് സ്മോൾ ടൈം എന്ന് പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിലും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിലും രേഖപ്പെടുത്തുന്ന ദൂരവും സമയവും വളരെ ചെറുതായിരിക്കും. നമുക്ക് അതുകൊണ്ട് ഇപ്പൊ ഇനി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡൗട്ട് ഉണ്ടോ? പറയൂ കുട്ടികളെ, പറയൂ. ഇല്ല. ഞാൻ പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവാണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ട് വേറെ കലാപരിപാടിയുള്ളൂ. അപ്പൊ നമുക്ക് എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോകുക അല്ലെ. ക്വസ്റ്റ്യനിൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ. ഇത് സോൾവ് ചെയ്യാനല്ലേ ഇന്നത്തെ ക്ലാസ് മുഴുവൻ നമ്മൾ മെനക്കെട്ടത്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ വി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലേ? അല്ല, ഇത് മെനക്കെട്ടതിന് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് പ്രോബ്ലം എൻട്രൻസിനൊക്കെ ഇതുപോലത്തെ പ്രോബ്ലം ഇഷ്ടംപോലെ വരാറുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ബേസ് തൊട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര സമയം ചെലവഴിച്ചാൽ എനിക്ക് നഷ്ടം തോന്നാത്തത്. പറയൂ. എക്സ് വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഇതല്ലേ നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? അപ്പോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കട്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സിന് പകരം എനിക്ക് എ പ്ലസ് ബി ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സംശയമുണ്ടോ? ഇല്ല. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ബി ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് വി ഈക്വൽ ടു 0 പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് വരും. വെയിറ്റ്. ഓക്കെ. അപ്പോ പറയൂ. വി ഈക്വൽ ടു 0 പ്ലസ് ബി ഇൻറ്റു വാട്ട് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ? 2t. അപ്പോ വെലോസിറ്റി ഈക്വൽ ടു 2bt എന്ന് കിട്ടിയില്ലേ? ഇതല്ലേ നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച 2bt നോക്കിയേ, ചെക്ക് ചെയ്ത് നോക്കിയേ. ഒരു പ്രാവശ്യം കൂടി ഞാൻ അത് ചെയ്യട്ടെ. അതായത് നമ്മളിപ്പോ പഠിച്ചു വെലോസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ ആണ് ഡി എക്സ് ബൈ ഡി ടി, അഥവാ സ്മോൾ ഡിസ്റ്റൻസ് ബൈ സ്മോൾ ടൈം അല്ലേ? പിന്നെ ഈ ചാപ്റ്ററിൽ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്തല്ലോ. ഡിസ്പ്ലേസ്മെന്റ് അല്ലേ വെലോസിറ്റി? പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയമല്ലേ? അപ്പോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ഇത് പേരെന്നെ സ്ട്രൈറ്റ് ലൈൻ എന്നല്ലേ? സ്ട്രൈറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം അല്ലേ? ആ ഒരു ധാരണ ആദ്യം മനസ്സിൽ വേണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് വെലോസിറ്റി ഈക്വൽ ടു സ്മോൾ ഡിസ്റ്റൻസ് ബൈ സ്മോൾ ടൈം അല്ലേ? അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്നത് എ പ്ലസ് ബി ടി സ്ക്വയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് വി ഈക്വൽ ടു
ഡി ബൈ ഡി ടി ഓഫ് ഈ എക്സിന് പകരം ഇവിടെ ഒരു എക്സ് ഉണ്ടായിരുന്നില്ലേ, മുകളിൽ ഡിന്റെ കൂടെ ഒരു എക്സ് ഇല്ലേ, ആ എക്സിന് പകരം നമ്മൾ എന്ത് എഴുതി, എ പ്ലസ് ബി ടി സ്ക്വയർ. ക്ലിയർ ആണോ? യെസ് സർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് സർ. ഇതിനെ നമ്മൾ എന്ത് എഴുതുന്നു പറയൂ? ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ബി ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഡി ബൈ ഡി ടി കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്തു, ഡി ബൈ ഡി ടി കൊണ്ട് ബി ടി സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്തു. വേറെ ഒരു തെറ്റും ഞാൻ അവിടെ ചെയ്തില്ലല്ലോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ. അപ്പോ പറയൂ, ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ എന്താ? 0. 0. കാരണം കോൺസ്റ്റന്റ് പ്ലസ് ബി ഒരു കോൺസ്റ്റന്റ് അല്ലേ മറ്റേന്റെ കൂടെ ഉള്ള? ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ അല്ലേ വരിക? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്താ? 2t. അപ്പൊ ബി ഇൻറ്റു 2t എന്നല്ലേ വരിക? അപ്പോ വെലോസിറ്റി ഈക്വൽ ടു 2BT അല്ലേ? ഈ ക്ലാസ് കിട്ടാത്തൊരു കുട്ടിക്ക് ഈ പ്രോബ്ലം എത്ര നോക്കി കണ്ടാലും ചെയ്യാൻ കഴിയൂല കേട്ടോ. കഴിയോ? നിങ്ങൾ പറയൂ. ക്ലാസ് കിട്ടിയാൽ തന്നെ ഉണ്ടാകും. ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഗ്രൂപ്പ് ഇടുമ്പോൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കട്ടോ. ഈ ഈക്വൽ ടു 2BT ഈ റെക്കോർഡഡ് ക്ലാസ് ഗ്രൂപ്പ് ഇടുന്നോണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? അപ്പൊ ബി ഈക്വൽ ടു 2BT ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞേ? v ഈക്വൽ ടു 0 ആകുന്ന സമയത്തും v ഈക്വൽ ടു 2 ആകുന്ന സമയത്തുള്ള വെലോസിറ്റി അല്ലേ കാണാൻ പറഞ്ഞേ? അപ്പോ t ഈക്വൽ ടു 0 ആണെങ്കിൽ v ഈക്വൽ ടു 2 ഇൻറ്റു b ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? t ഈക്വൽ ടു 2 ആണെങ്കിൽ എത്ര കിട്ടും പറഞ്ഞേ? b എത്ര കിട്ടും നിങ്ങൾ പറഞ്ഞേ? 2 ഇൻറ്റു b ഇൻറ്റു 2. ബിക്ക് വാല്യൂ ഉണ്ടല്ലോ ക്വസ്റ്റ്യനില്. പറയൂ 2 സെക്കൻഡിലെ വെലോസിറ്റി. 2.5 ആൻസർ പറയും. 2BT 2 ഇൻറ്റു ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നേരത്തെ പ്രോബ്ലത്തില്. T2 കൊടുക്കുക. എത്ര കിട്ടി V2 പറയൂ? ഹലോ പറയൂ. Yes, that is the right answer. 10 meter per second. ഇതല്ലേ നേരത്തെ നിങ്ങൾ കണ്ടിന്യത്? ഇതാ നോക്കൂ. V equal to 10 meter per second. യുറീക്ക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ V2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ. V4 പറഞ്ഞ ക്വസ്റ്റ്യൻ 4 സെക്കൻഡിലെ വെലോസിറ്റി ചോദിച്ചിട്ടില്ല. ഇനി അവിടെ V4 എത്ര കിട്ടും നോക്കിയേ? V4 20. V4 എത്ര കിട്ടി? 20 അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ആവറേജ് വെലോസിറ്റി V2 പ്ലസ് V4 ബൈ 2 എത്ര കിട്ടും നോക്കിയേ? 15. നേരത്തെ നമുക്ക് ആൻസർ കിട്ടീനെ കഷ്ടപ്പെട്ട് നമ്മൾ വാല്യൊക്കെ കൊടുത്ത് ചെയ്തപ്പോ. പറയൂ. 15. അപ്പൊ ഈ ഒരു സംഭവം പഠിച്ചുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റിയില്ലേ? ഈ മാത്തമാറ്റിക്കൽ ടൂൾ ഡിഫറൻസിയേഷൻ പഠിച്ചോണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ V4 20 meter per second ഇട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരും. ഏത് V4 ഒന്നുമില്ല മോളെ.
നമുക്ക് 2BT അല്ലേ? 2ക്ക് 2 തന്നെ കൊടുക്കുക, ബിക്ക് 2.5 കൊടുക്കുക, ടിക്ക് 4 കൊടുക്കുക. അപ്പൊ 2 × 2.5 × 4 4 5 20 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നെടുത്ത ഭാഗം ക്ലിയർ ആണോ മക്കളെ? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഇല്ലേ? വീഡിയോ കണ്ട് വീണ്ടും കണ്ട് നന്നായിട്ട് മനസ്സിലാക്കട്ടോ. അത് വെരി ഇമ്പോർട്ടന്റ്. ഇത്തരം പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ആണെന്ന് പഠിപ്പിച്ചു കേട്ടോ. ഓക്കെ. ഞാൻ ഇപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടും. അതായത് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടും ഈ ഭാഗത്തുനിന്ന്. ആ